12 മണി. ഇന്നേക്ക് 3 വർഷം ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ട്. എന്താണ് പ്രശ്നം നടക്കാത്തതാണ് ഇപ്പൊ നിന്റെ പ്രശ്നം? ശരിക്കും പറഞ്ഞാ അതെ. നിനക്കറിയോ, 3 വർഷം മുമ്പ് നമ്മൾ ഈ ഡിൻസന്റെ കൂടെ കൂടുന്നതിന് മുമ്പ്, ആ മോഷണം നടക്കുന്നതിന് മുമ്പ്, എല്ലാരും പോലെ തന്നെ ഈ ശാന്തം തുരുത്തി ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കണമെന്നാണ്. ഇവിടെ ഉള്ളവന്മാരുടെ ഓരോ കോപ്പും കണ്ടുപിടിച്ച് ഞാൻ മടുത്ത്. അത് വലിയ കാര്യമല്ലേടാ, നീ വളർന്നതിന് ഡിറ്റക്റ്റീവ് അല്ലേ? അതെ, സ്വന്തം ഷഡ്ഡി പോലും കണ്ടുപിടിക്കാൻ കഴിയില്ലാത്തവന്മാരെ ഇവിടെ ഉള്ളവന്മാർ ഇന്നും കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു. അതേ പിന്നെ ഷഡ്ഡി കേസ്. മനസ്സിലൂടെ ആ വിനായകൻ്റെ ഒരു കള്ളം കയറി ഭാഗത്തൊന്നും പോയിട്ടില്ല. നാട്ടുകാരൊന്നും അറിഞ്ഞില്ലേ? വിചാരിച്ചത്ര ആളില്ലല്ലോ. ഇവിടെ അടുത്ത് വേറെ വീടൊന്നും ഇല്ലല്ലോ. രാവിലെ ഞാൻ പറഞ്ഞു വന്നോളൂ. അതിന് ചാൻസ് ഇല്ല. രാവിലത്തേക്ക് കേസ് ഞാൻ ബാക്കി വെക്കില്ല. നല്ല പരിചയമുള്ള വീടല്ലേ. നീ ആരാണ്? നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. ഞാൻ ഇവിടെ ഉള്ളതല്ല. എന്റെ പേര് ഭദ്രൻ. ഞാൻ തിരുവനന്തപുരത്ത്. എന്റെ ഒരു കൂട്ടുകാരന്റെ ഇവിടെ അടുത്താ. അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് പുള്ളിക്കാരൻ പറമ്പിൽ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് കണ്ടേ. പിന്നെ ഞാൻ പുള്ളിക്ക് ഇങ്ങനെ ഒരു കൂട്ടൊക്കെ കൊടുത്ത് അവിടെ നിന്ന്. ഞാനാണ് പിന്നെ ഡിൻസറിനെ വിളിക്കാൻ വേണ്ടി ആളെ വിട്ടത്. അറിയാം, ഒരുപാട് കേട്ടിട്ടുണ്ട്. എത്ര മണിക്കാ സംഭവം നടക്കുന്നത്? ഏകദേശം ഒരു 11:45 അടുത്തായി കാണും. ആ പുള്ളിക്കാരൻ എന്തൊരു സൗണ്ട് കേട്ട് ലൈറ്റ് ഓൺ ഡിൻസ എന്തോ ഭാഗ്യത്തിനൊന്നും പോയിട്ടൊന്നുമില്ല. അത് നീ ഇപ്പഴാണ് അറിയണേ? ആ, ഞാനും നിങ്ങളോട് ഒരുമിച്ചല്ലേ നമ്മൾ അകത്തേക്ക് കയറിയത്. ശരിയാ, ഇങ്ങനെ പുറത്തേക്കല്ലായിരുന്നു പറമ്പിൽ പേടിച്ചിട്ട്. പേടി അതൊക്കെ പൊക്കവും വെച്ചോണ്ട്. അപ്പൊ കേറിയത് വേറെ ആരും അല്ല. ആ വിനായകൻ്റെ ഒരു കള്ളം കയറി ഭാഗത്തൊന്നും പോയിട്ടില്ല. ഗോകുല് തൂക്കി വാതിൽ തുറന്നിടക്കണ്ടാണ് ഞാൻ കയറിയത്. മണ്ടൻ അതിബുദ്ധി കാണിക്കാൻ നോക്കിയത്. പക്ഷെ അവൻ എന്തേലും ആവട്ടെ. ഭാഗ്യത്തിന് വീട്ടിൽ നിന്നൊന്നും പോയില്ലല്ലോ. അതെ അതെ പോയി. അല്ല, നമ്മളെന്തിനാ ഇനി ഇവിടെ ഇരിക്കുന്നത്? ആർക്കറിയാ? എന്റെ കാര്യം അറിയില്ല, ആദ്യമായിട്ടാ ഇത്രയും പെട്ടെന്ന് തീരുന്നൊരു കേസ്. ആറ്റുനാട്ടി വിട്ടൊരു കേസായിരുന്നു. പക്ഷെ ഈ കേസ് ഇവിടെ തീർന്നിട്ടില്ല. ഗോകുലം വീട്ടിൽ കയറുന്നുള്ള സത്യം തന്നെ. പക്ഷെ ഇത്ര വിദഗ്ധമായി ഇവിടെ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിന്? ഇയാളെ പോലെ ഇത്ര വൃത്തിയായിട്ട് ഇവിടെ കയറില്ല. എന്താണ് നീ പറഞ്ഞു? അതായത് ഗോകുലം മാത്രമല്ല വീട്ടിൽ കയറി, വേറൊരുത്തം കൂടെ കയറിയിട്ടുണ്ട്. അതും ബൂട്ട് ഇട്ടുണ്ട്. അവൻ തുറന്നിട്ട വാതിലൂടെയാണ് ഗോകുലനകത്ത് കയറുന്നത്. ബൂട്ട് നീ മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ ഈ നാട്ടിലതിന്? യെസ്. അപ്പൊ അവൻ ഈ തുരുത്തിലുള്ള ആളല്ല. അവൻ ഈ തുരുത്ത് വിട്ട് പോയിട്ടുമില്ല. അവനെ പോവാൻ നമ്മൾ സമ്മതിക്കത്തുമില്ല. സംഭവം നടന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ 11:30 ബോട്ടിനായിരിക്കും അവനോട് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 12:30 ബോട്ടിന് അവൻ തിരിച്ചു പോകും. ലാസ്റ്റ് ബോട്ട്. അപ്പൊ എങ്ങനെ അവനെ തൂക്കിയേക്കല്ലേ?